ബ്രേക്ക് ആവുന്നത് നമ്മൾ അതൊന്നുമല്ല. നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ഒരു ഒരു ലിമിറ്റിൽ കൂടുതൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു നമ്മൾ മനുഷ്യൻ തന്നെയല്ലേ, ആ സമയത്തുള്ളതാണ്. അതൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ചില സമയത്ത് തോന്നുമ്പോൾ എന്ന് തോന്നുന്ന സാധനം തന്നെ. പിന്നെ ഇതൊരു നമുക്ക് മനസ്സിലായി ഇതൊരു ഫൈറ്റാണ്, അപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത് പോകുക, അല്ലാണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ദിലീപേട്ടന് തോന്നിയായിരുന്നോ ലൈക്ക് ഞാൻ ഇങ്ങനെ ഒരു ജനപ്രിയ നടനെ തന്നെ ആളുകൾ വിളിക്കുന്നില്ലായിരുന്നെങ്കിൽ, എനിക്കിതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇതിലും സ്വസ്ഥമായിട്ട് ഉറങ്ങിയേനെ? അതായത് ഇല്ല, ഞാൻ ഞാൻ എന്താ സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു ഹീറോ ആവാം അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതൊക്കെ ദൈവം എനിക്ക് തന്ന വലിയൊരു ഗിഫ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു നിധിയാണ് എനിക്ക് ഈ സിനിമ എന്ന് പറയുന്നത്. അത് ഇത്രയും കാലം എനിക്ക് തോന്നുന്നത് 29-30 വർഷത്തിലേക്കാവുകയാണ്. ഇത്രയും വർഷം എന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവിടെ നിലനിർത്തി എന്ന് പറയുന്ന വലിയൊരു വിഷയമുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ, ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ. അപ്പം അതൊക്കെ വലിയ പുണ്യമായിട്ടാണ്. ഒരിക്കൽ പോലും എനിക്കിപ്പോൾ ഒരു പറഞ്ഞ പോലത്തെ ചിന്തകളേ വന്നിട്ടില്ല എൻ്റെ മനസ്സിൽ. എനിക്ക് സിനിമ ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളോട് ഞാൻ നീതി പുലർത്തുന്നുണ്ട്. എനിക്ക് ഓരോ സിനിമയും എനിക്ക് ഓരോ മിഷനാണ്. അത് ചിലത് സക്സസ്ഫുൾ ആവാം, ചിലത് ഫെയിലിയർ ആവാം. നമ്മൾ ഇവിടുന്ന് ചന്ദ്രനിലേക്ക് എന്തൊക്കെ പറഞ്ഞു ഓരോ സ്വപ്നത്തിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വിടുന്നു. ഇത്ര കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്ത് വിടുന്നത്. ചിലർ സക്സസ്ഫുൾ ആവും, ചിലർ ഫെയിലിയർ ആവും. എന്ന് വെച്ച് നമ്മൾ നിർത്തുന്നുണ്ടോ? നമ്മൾ അടുത്തേക്ക് പോകും, പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അത്രേ ഉള്ളൂ അതിനകത്ത്. ഇനി ദിലീപേട്ടന്റെ ഓർമ്മ പരീക്ഷിക്കുന്ന റൗണ്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള. ഓർമ്മയില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് രേണു ആരാന്ന് പോലും അറിയില്ല. ദിലീപേട്ട, എന്റെ കാര്യങ്ങളല്ല, പടപടാന്ന് ഉത്തരം പറയാൻ പറ്റണം. ഓക്കെ, പടപടാ. അവസാനമായിട്ട് ദിലീപേട്ട ഏതൊരു സിനിമയില് സലീം പറയുന്നില്ലേ, എന്തോ ചോദിക്കുമ്പോ ടപ്പേ ടപ്പേ. സലീമേട്ടന്റെ ഒക്കെ രക്ഷയില്ല. ദിലീപേട്ടൻ അവസാനമായിട്ട് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് 2 ആഴ്ച മുമ്പ്. എന്താ കഴിച്ചത്? ഓംലെറ്റും കട്ടൻ ചായ. കട്ടൻ ചായ. കാവ്യ ചേച്ചി. ഓക്കെ, അത് ലോക കട. തീർന്നിട്ട് അടുത്ത ചോദ്യം. കാവ്യ ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ഫുഡ്? ചിക്കന്റെ കുറെ പലതരത്തിലുള്ള ഇതൊക്കെ ഉണ്ടാക്കുന്നതിൽ ടേസ്റ്റ് ഇഷ്ടപ്പെടാതിരുന്നിട്ട് വെറുതെ കാവ്യ ഒന്നും വിചാരിക്കണ്ടെന്ന് ഓർത്ത് കഴിക്കുന്ന ഒരു ഫുഡ് സ്ഥിര ടേസ്റ്റ് അല്ല. ഒരിക്കൽ സംഭവിച്ചത് പൊങ്കല്, അതിന് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഞാൻ കഴിയില്ല, ഇതാളെ ഈ പൊങ്കൽ കിട്ടൂല. ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ കുറയ്ക്കല്ലേ, ചിലപ്പോ കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട്. ശരിയാ. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവളെ സംബന്ധിച്ച് ഇപ്പൊ എല്ലാ തരത്തിലും ഭക്ഷണം അവൾ ഉണ്ടാക്കും. പണ്ടങ്ങനെ ഇല്ല, എന്തോ ചായയും പരിപാടി അങ്ങനെയൊക്കെ ഉള്ള ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഞങ്ങൾ കോവിഡ് സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിൽ അതിലോ വന്നിട്ടുണ്ടായിരുന്നു. അന്ന്